വിധുവക്കയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ എല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ എല്ലാവരുടെയും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല. ഇതിലൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിങ്ങിലെയാണ്. വിധുവക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ്. പക്ഷേ അത് എന്താണ് ഇത്ര സർപ്രൈസ് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്നലെ. വിധുവക്കയുടെ വന്നു പോയിട്ടുള്ള എല്ലാ ബർത്ത്ഡേകളിലും ഇങ്ങനെയൊരു ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് കിരൺ ചേട്ടനോടൊപ്പമുള്ള വിധുവക്കയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അത് കിരൺ ചേട്ടന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അതിഗംഭീരമാക്കി എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നും അല്ല കേട്ടോ. ഈ ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് വിളിച്ചൊരു കേക്ക് കട്ട് ചെയ്തതോ ഒന്നുമല്ല. വിധുവക്കയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആ ദിവസം സച്ചുവിനെ അവിടെ കൊണ്ടെത്തിക്കുക, ആ മൊമെൻറ്റ് സച്ചുവായിട്ട് ഷെയർ ചെയ്യുക, അതായിരുന്നു കിരൺചൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും നിർബന്ധമൊക്കെ. അതിനു വേണ്ടിയിട്ട് വിധുവക്ക പോലും അറിയാണ്ട് സച്ചുവിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും സച്ചുവിനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ബാക്കി ഫർദർ ഫോർമാലിറ്റീസൊക്കെ ചെയ്യുകയും അത് കിരൺ ചേട്ടനൊരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ വിധുവൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ആ കാര്യം ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണോ എന്ത് ഇമോഷനാണ് ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സച്ചു അങ്ങനെ കടൽ കടന്ന് അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ദുബായിലേക്ക് പോകാനൊരുങ്ങി. എത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷത്തിലൂടെ ആയിരിക്കുമല്ലേ അവൻ കടന്നു പോയിട്ടുണ്ടാവുക. അറ്റ് ലാസ്റ്റ് 12th മോർണിംഗ് ഭാരത് ബന്ദ് എന്നുള്ള വില്ലനെ വരെ അതിജീവിച്ച് അതിസാഹസ്യപരമായിട്ട് സച്ചു അങ്ങനെ എയർപോർട്ടിലെത്തി. ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കിരൺ ചേട്ടനെ മീറ്റ് ചെയ്ത് നല്ല വാം വെൽക്കമും ഗിഫ്റ്റും എല്ലാം കിട്ടി ഹാപ്പി ആയിട്ട് ആളങ്ങനെ വിധുവൊക്കെ കാണാനായിട്ട് ഓടി. കിരൺ ചേട്ടനും വിധുവൊക്കെ അമ്പലത്തിൽ പോയ സമയം നോക്കി സച്ചു കിരൺ ചേട്ടൻ്റെ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂടെ വീടിൻ്റെ അകത്ത് കയറി ഇവരെല്ലാവരോടും ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ നടത്തി. അമ്പലത്തിൽ നിന്ന് എത്തി ഡോറ് തുറന്നപ്പോൾ ഡെക്കറേഷനും ടേബിളിലെ കേക്കും ഒക്കെ കണ്ട് ഫ്രണ്ട്സിനെയും കസിൻസിനെയൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് സച്ചുവിൻ്റെ എൻട്രി. അത് എത്ര ഞാൻ പറഞ്ഞാലും അതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല. അത് ആ വീഡിയോ കണ്ടാലേ അറിയുള്ളൂ. വെറുമൊരു ചേർന്ന് നിൽക്കലല്ല, ചേർത്ത് പിടിക്കലാണ്. നിന്നെപ്പോലെ നിൻ്റെ പ്രിയപ്പെട്ടവരും എന്നും ഒപ്പമുണ്ടാകും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്.